ബ്രഹ്മണിൽ മെഴ്സഡീസ് ബെൻസിൻ്റെ പ്ലാന്റിനകത്ത് വന്നേക്കോട്ടെ. ഇവിടെയാണെങ്കിൽ നമുക്ക് അൺലോഡിങ് ഗിയർ ബോക്സാണ് അൺലോഡ് ചെയ്യാനുള്ളത്. ഉണ്ടോ, കാറൊക്കെ കയറ്റിയിട്ട് കാർ ക്യാരിയേഴ്സൊക്കെ വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാറുകൾ മാനുഫാക്ചറിങ് കഴിഞ്ഞ വണ്ടികളാണ് പുറത്ത് നിർത്തിയിട്ടിട്ടുണ്ട്. ഇതുപോലെ കാർ ക്യാരികൾ വന്ന് സാധനം കയറ്റിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ടോർ 8 എക്സിറ്റാണ്. ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട് ഓൾറെഡി. മാപ്പ് നോക്കി കഴിഞ്ഞപ്പോൾ നേരെ പോയിട്ട് ലെഫ്റ്റിലേക്ക് പോകാനാണ് കാണിക്കുന്നത്. നാവിഗേഷൻ ആകെ കൺഫ്യൂസ്ഡ് ആട്ടോ. ഇതിനകത്ത് നാവിഗേഷൻ വർക്ക് ചെയ്യില്ല. ഒരു വലിയ സിറ്റി പോലെ തന്നെയാണ് കേട്ടോ ഇതിനകത്ത് ഓടുന്ന ഒരു ട്രെയിനാണ് ഈ നിർത്തിയിട്ടേക്കുന്നത്. Turn back and take the next right. Recalculating route. After 140 meters, turn left. ഇതിനകത്ത് ഒരു വലിയ സിറ്റി പോലെ തന്നെ റോഡുകളും സ്ട്രീറ്റുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഭയങ്കര കൺഫ്യൂസിങ് ആണ്. നമുക്ക് ഈ തന്നിരിക്കുന്ന മാപ്പ് നോക്കിയിട്ട് വേണം ട്രാവൽ ചെയ്യാനായിട്ട്. ഞാനിതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ചെറിയൊരു ഐഡിയ ഉണ്ട്. എന്നാലും വലിയ കാര്യമില്ല. കാര്യം ചിലപ്പോൾ ഇതിനകത്ത് ഇറക്കേണ്ട ഡെസ്റ്റിനേഷൻസ് വേറെ ആയിരിക്കും. ഈ പ്ലാന്റിനെ മുറിച്ച് കടന്നു പോകുന്ന ഒരു റോഡാട്ടോ നമ്മൾ ഈ മുമ്പിൽ കാണുന്നത്. അത് ഫ്ലൈ ഓവർ പോലെയാണ് കാണുന്നത്. അത് വാസ്തവത്തിൽ ഈ പ്ലാന്റിന് അകത്തേക്കടെ പോകുന്ന റോഡാണ്. സിറ്റിയിൽ നിന്ന് വരുന്ന ബ്രഹ്മൺ സിറ്റിയിൽ നിന്ന് വരുന്നൊരു ഇൻ്റർസെക്ഷനാണത്. ആ ഫ്ലൈ ഓവറിൻ്റെ അടിക്കട്ടാണ് നമുക്ക് കട്ട് ചെയ്ത് അകത്ത് കയറേണ്ടത്. ഒരുപാട് ടോറുകളുണ്ട് ഇവിടെ. ഇത് വേറൊരു ടോറാണ്. ഈ ജംഗ്ഷനിൽ വന്നപ്പോൾ ഒരു കൺഫ്യൂഷനായി. പക്ഷേ മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ നമ്മളടുത്ത് സ്ട്രെയിറ്റ് പോകാൻ തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ അൺലോഡ് ചെയ്തൊരു സ്ഥലമാണ് ഇത്. ഇവിടെ കുറേ മെറ്റീരിയൽസൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഗിയർ ബോക്സുകളാണ്. പല വണ്ടികളും ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെന്നോ 2-3 മോഡൽ വണ്ടികൾ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ബ്രഹ്മണിൽ. അപ്പോൾ ഏത് മോഡലിൻ്റെ ആണ് കയ്യിൽ ഉള്ള ഗിയർ ബോക്സുകളെന്ന് എനിക്ക് ഐഡിയ ഇല്ല. മാനുഫാക്ചറിങ് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കാറ് ക്യാരിയർ ആയിട്ടുള്ള ട്രെയിനിൻ്റെ ബോഗികളായിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഇവിടെ നോ എൻട്രി ആണ്. അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റിലേക്ക് കയറണം. ഓക്കെ, അത്യാവശ്യം മഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്യുന്നുണ്ടായിരുന്നതുകൊണ്ട് മഞ്ഞാണ് കേട്ടോ. റോഡിലെല്ലാം മഞ്ഞ് അവർ നീക്കം ചെയ്യുന്നുള്ളതുകൊണ്ട് നമുക്ക് ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇല്ല. എന്നാലും ചില സ്ഥലങ്ങളിലുണ്ടാവും. പക്ഷേ ഇവിടെയൊക്കെ ഇവർ നന്നായി ക്ലിയർ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ലൊക്കേഷൻ കാണുന്നത് കുറച്ചുകൂടെ ഫ്രണ്ടിൽ ചെന്നിട്ട് റൈറ്റ് സൈഡിലാണ്. ഇനി അകത്ത് ചെന്നിട്ട് കർട്ടൻ അഴിച്ച് ഞാൻ ഗിയർ ബോക്സിൻ്റെ ഫോട്ടോസ് കാണിക്കാം. നമ്മൾ പോയി ഡോക്യുമെൻ്റ് കൊടുത്തു. ഈ ഇരിക്കുന്നതാണ് വണ്ടിയുടെ എൻജിനും ഗിയർ ബോക്സുകളുമാണ്. വലിയ പ്ലാന്റാണ് കേട്ടോ. അപ്പുറത്ത് DB ശങ്കറിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. അവിടെ നിന്ന് കൊണ്ടുവരുന്ന വണ്ടികളാണ് ഈ പെഫെന്നിങ് എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടിങ് ലോജിസ്റ്റിക്സ് കമ്പനി. ഈ ഇരിക്കുന്ന മെറ്റൽ ട്രെയിലാണ് ഇവർ ഈ ഗിയർ ബോക്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഗിയർ ബോക്സും എൻജിനും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രത്യേകം ഹോൾഡറാണിത്.
അതിനകത്താണ് എൻജിനും ഗിയർ ബോക്സും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പ്ലാന്റ് ടു പ്ലാന്റ് ട്രാൻസ്പോർട്ടേഷൻ. ഇതാണ് നമ്മുടെ വണ്ടി. നമുക്ക് കയറാനുള്ളത് ഈ ഗേറ്റ് വഴിയാണ്. ഈ ഗേറ്റ് വഴി അകത്ത് വരണം. നമ്മൾ വണ്ടി ഉള്ളിലേക്ക് കയറുമ്പോൾ ഇവിടെ എൻട്രൻസിലെത്തുമ്പോൾ ഡോറ് തുറന്ന് തരികയാണ് പതിവ്. ജസ്റ്റ് അവിടെ ചെന്ന് നോക്കാം വണ്ടികൾ എന്തെങ്കിലും പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓൾറെഡി 2 വണ്ടികൾ എൻട്രൻസിലുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കയറാൻ പറ്റില്ല. ഇത്തിരി ടാസ്ക്കാണ് ഇവിടെ നിന്ന് ഒടിഞ്ഞ് ഉള്ളിലേക്ക് കയറൽ. ഗൈസ് അങ്ങനെ കർട്ടനൊക്കെ തുറന്നു കൊടുത്തു കേട്ടോ. ഈ ഇരിക്കുന്നതാണ് ഗിയർ ബോക്സുകൾ. കുറേശ്ശെയായിട്ട് അവർ ഇറക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് അവർ സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നത്. ഇത് വലിയ വെയർഹൗസാണ്. ഗിയർ ബോക്സും ഉണ്ട്, എൻജിനും ഉണ്ട്. ഇത് ഇവിടെ ഇരിക്കുന്നത് എൻജിനാണ്. പക്ഷേ നമ്മുടെ വണ്ടിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഗിയർ ബോക്സാണ്. ഇതുപോലെ 2 എണ്ണം വെച്ചിട്ടാണ് കേട്ടോ അവരെടുത്തുകൊണ്ട് പോകുന്നത്. ഗിയർ ബോക്സിൻ്റെ ഒരു ക്ലോസർ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഗിയർ ബോക്സിൻ്റെ ക്ലോസർ വ്യൂ. ഇതിൻ്റെ ക്ലച്ച് പ്ലേറ്റും ഭാഗമൊക്കെ വരുന്ന ഭാഗമാണിത്. ഇത് ഷാഫ്റ്റുമായിട്ട് കണക്റ്റ് ആവുന്ന ഭാഗം.